വെൽക്കം ബാക്ക്. ഇപിക്കെതിരെ നടപടി വേണ്ടേ എന്നാണ് ചോദ്യം. നികേഷ് കുമാർ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ വിഷയം രണ്ട് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഒന്ന്, പാർട്ടിയെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടും അറിയിച്ചില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, പോളിംഗ് ദിവസം എന്തിനിത് പറയുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് പി ജയരാജനെ ഗവർണറാക്കാം എന്നാണ് പറയുന്നത്. അതെ, ഇതിൻ്റെ ലോജിക്കൊന്ന് പറഞ്ഞു തരണേ എനിക്ക്. സാധാരണഗതിയിൽ ഇപ്പോൾ പി ജയരാജനെ പോലെ ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് ഗവർണറാക്കിയിട്ട്, അതായത് ഇതിനകത്ത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 95% ആ ചർച്ച മുന്നോട്ട് പോയി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ BJPയിലേക്ക് CPMൽ നിന്ന് പി ജയരാജനെ കൊണ്ടുവന്ന് ഗവർണറാക്കിയിട്ട് BJPക്ക് എന്താ കാര്യം? BJP ഇപ്പോൾ പി ജയരാജനെ പോലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്താണ് BJP അദ്ദേഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? CPMനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുക, CPMനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ CPM ആസൂത്രണം ചെയ്യുന്നതാണ് എന്ന നിലയിൽ കാര്യങ്ങൾ പറയിപ്പിക്കുക. എന്നിട്ട് രാഷ്ട്രീയമായൊരു സ്വാധീനം, CPMനേക്കാൾ CPM ഒരു തല്ലിപ്പൊളി പാർട്ടിയാണ് എന്ന രീതിയിൽ ഒരു സ്വാധീനം നേടുക. ഇതാണല്ലോ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. പക്ഷേ ഗവർണർ പോസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് 95% ചർച്ച പുരോഗമിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിനകത്ത് ഒരു യുക്തിയില്ല. രണ്ടാമത്തെ കാര്യം, ലാവ്ലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുക. ആര്? പി ജയരാജനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞാണ്. പി ജയരാജനെക്കുറിച്ച് നമ്മുടെ ആക്ഷേപം എന്ന് പറയുന്നത് പി ജയരാജൻ പിണറായി വിജയനോട് പാർട്ടിയോട് ഗർവിച്ചു, എന്നിട്ട് അതേ പിണറായി വിജയന് വേണ്ടിയിട്ട് ലാവ്ലിൻ പ്രശ്നവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന നില. അവിടെ നിങ്ങോട്ടല്ലേ പറഞ്ഞു? അവിടെ നിങ്ങോട്ട് പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നിങ്ങോട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ചർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, ഗവർണറാക്കിയിട്ട് എന്താ കാര്യം? 95% ചർച്ച പുരോഗമിച്ചു എന്നാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പിയുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തോ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞു. അവിടെയാണ് ഇത് പൊളിഞ്ഞു പോയതെന്ന് പറയുന്നത്. അതിലെന്ത് യുക്തിയാണുള്ളത്? സ്ഥാനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് പിയുടെ വീട്ടിലേക്ക് വരികയാണല്ലോ, പിയുടെ മകന്റെ വീട്ടിലേക്ക് വരികയാണല്ലോ. ഞാൻ പറഞ്ഞതിൽ കൺവിൻസിങ് ആണോ? ഞാൻ പറഞ്ഞത് പറയുന്ന ഗവർണർ സ്ഥാനം ഇത്രയേ ഉള്ളൂ. 2 വെർഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. മൂന്നാമത്തെ ഒരു വെർഷനില്ല. നിങ്ങളാരും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്താൻ യോഗ്യരല്ലല്ലോ. കാരണം നിങ്ങളാരും ഇത് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ, ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ, ഈ 2 പേര് പറയുന്ന പിക്ക് കൊടുത്ത ഓഫേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഗവർണർ സ്ഥാനം, 2 CPMൻ്റെ പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക. ഇതിലെന്ത് യുക്തിയാണുള്ളത്? ഓഫർ സംബന്ധിച്ച തർക്കമാണോ പ്രധാനം? അല്ല, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പി ജയരാജൻ എന്തിനാണ് BJPക്കാരുമായിട്ട് ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം? അങ്ങോട്ട് പോവല്ലോ. പിയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പിയുടെ ഫ്ലാറ്റിൽ, മകന്റെ ഫ്ലാറ്റിലേക്ക് ടാക്സി പിടിച്ച് വരുന്നു, ആള് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആളും ആരോ ഒന്നും ഇല്ലാതെ ടാക്സി പിടിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതിന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി ദല്ലാൾ നേരത്തെ തന്നെ 10 മിനിറ്റ് മുന്നേ അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞാണ് നമ്മുടെ മുന്നിൽ. നോക്കൂ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശോഭ പറഞ്ഞപ്പോഴും ദല്ലാള് പറഞ്ഞപ്പോഴും അല്ല നമ്മളത് ചർച്ചയ്ക്ക് എടുത്തത്. നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോഴാണ് പറഞ്ഞപ്പോഴാണ്. എന്നാണ് പറഞ്ഞത്? സ്മൃതി, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് പി ജയരാജൻ്റെ മുമ്പിൽ 2 സെറ്റ് ഓഫ് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും പറയുന്നത്. ഈ പറയുന്ന 2 സെറ്റ് ഓഫ് ഓഫേഴ്സിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഗവർണർ പദവിയിൽ എന്താ യുക്തിയില്ലാത്തത്? അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു CPMൻ്റെ നേതാവാണെന്ന് വിചാരിക്കാം. CPMൻ്റെ നേതാവായ എന്നെ BJPയിലേക്ക് കൊണ്ടുപോയി ഗവർണർ ആക്കേണ്ട കാര്യം BJPക്ക് എന്തിരിക്കുന്നു? ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യം എന്താ ആസാമിൽ? എൻ്റെ അരുണേ, അതല്ലേ എൻ്റെ പോയിന്റ്. ഹിമന്ത ബിശ്വ ശർമ്മയെ നോർത്ത് ഈസ്റ്റിലെ കോൺഗ്രസിലെ ഗോ ഗെറ്ററാണ്. ആ ഗോ ഗെറ്ററെ BJP കൊണ്ടുവന്നിട്ട് BJPയുടെ ഗോ ഗെറ്ററാക്കി. ഇത് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും കേരളത്തിലെ BJPയും പ്രകാശ് ജാവദേക്കറെ ധരിപ്പിച്ചിരിക്കുന്നത് എന്താ? കേരളത്തിലെ തലപ്പൊക്കമുള്ള നേതാവാണ് പി ജയരാജൻ. പി ജയരാജൻ പോന്നാൽ പി ജയരാജനോടൊപ്പം ആളുകൾ വരുന്നത് മാത്രമല്ല, പാർട്ടിക്കുള്ളിലേക്കുള്ളൊരു ഇൻട്രോഡാണ്. ഇതേവരെ തലപ്പൊക്കമുള്ള, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം പോയി, വിശ്വനാഥ മേനോൻ പോയി എന്നൊക്കെ പറഞ്ഞ കഥകളല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ.
പത്മജ കൊണ്ടുവിടുവല്ല പത്മജ എന്താ കാര്യം കാര്യം? പത്മജയെ കൊണ്ടുപോയിട്ട് ഗവർണറാക്കല്ലോ ചെയ്യുന്നത്. അല്ല. പത്മജയെ രാഷ്ട്രീയത്തിലേക്ക് BJP-യുടെ കൊടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്രേ വേണ്ടൂ. അത് നോക്ക്, നിക്ക്. അനിൽ ആന്റണിയെ BJP-യുടെ കൊടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അനിൽ ആന്റണിയെയോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയോ ഏതെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഗവർണർ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആയാലും ദല്ലാൽ നന്ദകുമാറിൻ്റെയും ഈ രണ്ട് സെറ്റ് ഓഫ് ഓഫേഴ്സിൽ EP ജയരാജനെ കണ്ണി ചേർക്കാൻ എൻ്റെ മുന്നിൽ ന്യായങ്ങളില്ല. അതല്ല, EP ജയരാജനോട് പറയാണ്, നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ പാർട്ടിയെ നയിക്കണം, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് BJP-യുടെ പുതിയ പ്രസിഡൻ്റായി വരണം. എന്നിട്ട് എങ്ങനെയാണോ ഹിമന്ത ബിശ്വ ശർമ്മയെ, എങ്ങനെയാണോ ബംഗാളിൽ BJP-യുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവരുന്നവരെ BJP-യുടെ പ്രധാന മുഖങ്ങളാക്കിയത്, അതേപോലെ ആണ് ഒരു ഓഫറെങ്കിൽ ആ ഓഫറിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ശോഭാ സുരേന്ദ്രനോ നന്ദകുമാറോ പറയുന്നതെങ്കിൽ അതിൽ യുക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചേനെ. ഇവിടെ അതിന് വിശ്വസിച്ചില്ല. കഴിഞ്ഞ ശേഷം നമുക്ക് ചർച്ചയിലേക്ക് വരാം. എനിക്ക് അതിന് മറുപടി ഉണ്ട്. ഒറ്റ കാര്യം അത് മറന്നു പോകുന്നുണ്ട്. EP എന്ന വ്യക്തിയെ വിടൂ. ഇവിടെ LDF കൺവീനർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗുണങ്ങളും ദോഷങ്ങളും അവിടെ നിൽക്കട്ടെ, എടുത്തു എന്ന് പുറത്തേക്ക് പറയുമ്പോൾ CPM-നകത്ത് എന്ത് സംഭവിക്കും, അണികൾക്ക് എന്ത് സംഭവിക്കും? പാർട്ടിയോടുള്ള അവിശ്വാസമാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ അടപടലം അല്ലെ. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഈ പാർട്ടിയെ തകർക്കുകയാണ് ഇനി വേണ്ടത് എന്നുള്ള ഉപദേശം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കും. ഇവിടെ കോൺഗ്രസ് അല്ല, ഇവിടെ മുഖ്യ ശത്രു CPM ആണെന്ന് അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. EP ജയരാജനെ BJP എടുത്തു എന്ന് കണ്ടാൽ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെയും ഡോക്ടർ അരുണിൻ്റെയൊക്കെ ഒരു നിലവാരത്തിലുള്ള എഡിറ്റർമാർ വിചാരിക്കുന്നത് CPM-ൽ നിന്ന് അടപടലം EP ജയരാജനോടൊപ്പം BJP-യിലേക്ക് പോകുന്ന വലിയ കോട്ടയിലേക്കൊപ്പം നിന്ന് വലങ്കൈയായി നിന്ന് പാർട്ടി വളർത്താൻ സഹായിച്ച് പാർട്ടിയുടെ ഫണ്ട് മാനേജറായിട്ടിരുന്ന് പോൾ മാനേജറായിട്ടിരുന്ന ഒരാള് വളരെ പെട്ടെന്ന് BJP ക്യാമ്പിലേക്ക് വരികയാണ്. LDF കൺവീനറെയാണ് അടർത്തി മാറ്റിയിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഹുല്ല പോലെ മതി അതിനിടയിൽ നുഴഞ്ഞു കയറാൻ. ഇത് എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് EP ജയരാജനെ പോലെ ഒരു നേതാവ് BJP-യിലേക്ക് പോയി എന്ന് കൂട്ടുക? അത് അസംഭാവ്യം എങ്കിൽ പോലും പോയി എന്ന് കൂട്ടുക. അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? ഒരു ദിവസത്തെ വാർത്ത. അതിനപ്പുറത്തേക്ക് EP ജയരാജനോടൊപ്പം കണ്ണൂർ, കീച്ചേരി, പാപ്പനിശ്ശേരി മേഖലകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പോകും, അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ BJP-യിലേക്ക് പോകും എന്നൊക്കെ ധരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മ കൊണ്ടാണ്, രാഷ്ട്രീയ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. പിന്നെ ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, ക്ലബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രധാനമായിട്ട് ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ചോദ്യം എന്താണ്, നടപടി വേണ്ടേ എന്നുള്ളതാണ്. നടപടി ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു, പിണറായി വിജയൻ പരസ്യമായി ശാസിച്ചു, അത് ഒരു പബ്ലിക് സെൻഷറിങ് അല്ലല്ലോ. പിണറായി വിജയൻ ഒരു റെഫറൻസ് ആണ് നടത്തിയിട്ടുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അതൊരു പബ്ലിക് റെഫറൻസ് ഒന്നല്ല. ഒരു നേതാവിന് മറ്റൊരാളെ പരസ്യമായി ശാസിക്കാനൊന്നുള്ള അധികാരം CPM-ലില്ല. അത് പാർട്ടി കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. ആ കമ്മിറ്റി ചെയ്തതിന് ശേഷം അത് താഴെത്തട്ടിൽ വിശദീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് വേറൊരു പ്രക്രിയയാണ്. ആ നിലയിലുള്ള സെൻഷറിങ് ആവശ്യമായി വരും എന്നാണ് ഞാനും കരുതുന്നത്. കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് EP ജയരാജൻ എന്ന് പറയുന്നത് ഇന്ന് CPM-ലെ ഏറ്റവും ത്യാഗമനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ്. ഓങ്കോളിൽ ട്രെയിൻ യാത്രക്കിടെ 2 RSS-കാരുടെ വെടിയേറ്റിട്ടുള്ള ആളാണ് EP ജയരാജൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം. അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല സാർ. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതേ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ സജീവമല്ല എന്നുള്ള വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ 1-to-1 EP ജയരാജനുമായി സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലാകെയും വന്നിട്ടുള്ള വിഷയമാണത്. അതായത് നിങ്ങൾ പാർട്ടിയിൽ സജീവമാകണം. ഒരു ദിവസം ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു. ക്ലിഫ് ഹൗസിൽ പോയി അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ നമ്മളൊക്കെ കൊടുത്തിട്ടുള്ള ബാനർ ഹെഡിങ് എന്താണ്? പാർട്ടിയിൽ സജീവമാകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. പിന്നെ തുടർച്ചയായിട്ട് എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? EP ജയരാജൻ പാർട്ടിയിൽ സജീവമാകുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി കേഡറിന്, പാർട്ടി അംഗത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വ്യതിചലനങ്ങളിൽ പാർട്ടി ഇത്തരത്തിലുള്ള വിളിച്ച് സംസാരിക്കലൊന്നും അല്ല ഉണ്ടാവുക, നടപടിയാണ് ഉണ്ടാവുക. ആ നടപടിയല്ല യഥാർത്ഥത്തിൽ EP ജയരാജൻ്റെ ഈ പാർട്ടിയിലുള്ള റോൾ
എന്താണ് എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിലുള്ള പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ EPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഏകപക്ഷീയമായി പാർട്ടി EPയെ സംരക്ഷിക്കുമെന്ന് എനിക്ക് കരുതാനാകില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പിണറായി വിജയൻ വളരെ പരസ്യമായി നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അനിവാര്യമായ ഘട്ടമായതുകൊണ്ടാണ്. അതായത് ഒരു പോളിംഗ് ദിനത്തിൽ EP ജയരാജൻ ഇത് പരസ്യമായി പറയുന്നു എന്ന് വരികിൽ അത് അവിടെ വെച്ച് വീറ്റോ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒരു സീനിയർ പാർട്ടി നേതാവായിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ജാഗ്രത കുറവ് എന്ന കൃത്യമായ വാചകത്തിലൂടെ അക്കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ഇവിടെ പബ്ലിക്കായി EP സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് മധ്യസ്ഥനായി വർത്തിച്ചിട്ടുള്ളത് ദല്ലാൽ നന്ദകുമാറാണ് എന്നുള്ളത്. 2, അക്കാര്യത്തിൽ പിണറായി വിജയൻ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ EPയെ സംബന്ധിച്ചിടത്തോളം EPക്ക് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി പാർട്ടി അണികളെ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന വിധത്തിൽ ആ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കാതിരിക്കാൻ കഴിയുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പാർട്ടി അണികൾ, ഇപ്പോൾ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കോളൂ, പാർട്ടി അണികൾ രോഷാകുലരാണ്. അത് പാർട്ടിക്ക് കണക്കിലെടുക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ EP തന്നെ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ പാർട്ടി നടപടി ഒഴിവാക്കുക ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓഹരിയുള്ള വൈദേകം റിസോർട്ടിൻ്റെ നടത്തിപ്പ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. 2, LDF BJP പോരാട്ടമാണ്. BJPയിലെ മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണല്ലോ ഈ സംഭവം EP വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടി ഇത് വെറും ഒരൊറ്റ ഡയലോഗിൽ മാത്രമായി നിൽക്കുന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ EP ജയരാജൻ വിശദീകരണം നൽകേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ EP കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരിക്കുകയാണ് എങ്കിൽ, നേരത്തെ സംഭവിച്ചതുപോലെ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ, പാർട്ടിയോട് സഹകരിക്കാതിരിക്കുകയാണ് എങ്കിൽ EP ജയരാജനെ സ്വാഭാവികമായും തിരുത്തേണ്ടി വരും. ഇപ്പോൾ നടപടി എന്ന് പറയുന്നത് എന്താ, എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടി എന്ന് പറയുന്നത് ഒരു തിരുത്തൽ പ്രക്രിയയാണ്. തിരുത്തലിൻ്റെ വിധേയരാകാത്തവരാരുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. EMS മുതൽ ഏറ്റവും ഒടുവിൽ VSും പിണറായി വിജയനും അടക്കമുള്ളവർ തിരുത്തലിൻ്റെ വിധേയരായിട്ടുണ്ട്, നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. അതൊന്നും വലിയ നാണം കെട്ട പരിപാടിയൊന്നുമല്ല. അപ്പോൾ കാര്യത്തിൽ നമുക്കിനി അസ്വാഭാവികമോ അസാധാരണമായ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുത്തലിന് വിധേയമാകേണ്ടി വരും. തിരുത്തലിന് വിധേയമാകാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ തിരുത്തൽ വേണ്ടി വരും. ഓക്കെ. Meet the editors.